മനുഷ്യ ഉണ്ണി മുകുന്ദന്റെ സിനിമ അപ്ഡേറ്റ്സിനേക്കാൾ കൂടുതൽ പുറത്തു വന്നത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ബാധിച്ച കുറച്ച് വിവാദങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യമായിരുന്നു. ഉണ്ണി മുകുന്ദന്റെ മാനേജർ എന്ന് പറയപ്പെടുന്ന വിപിൻ മാധ്യമപ്രവർത്തകരുടെ ഫ്രണ്ടിൽ വരുന്നു. അതുപോലെ തന്നെ ഉണ്ണി മുകുന്ദന്റെ കാര്യങ്ങൾ പറയുന്നു, തല്ലിയെന്നടക്കം പറയുന്നുണ്ട്. ഉണ്ണി മുകുന്ദന്റെ സ്വഭാവ ശുദ്ധിയെക്കുറിച്ചെല്ലാം വിവരിക്കുന്നുണ്ട്. ഇങ്ങനെ കുറച്ച് കാര്യങ്ങളെല്ലാം ഇങ്ങനെ പറഞ്ഞ് ഉണ്ണി മുകുന്ദന്റെ ഒരു വാർത്താ ഇടങ്ങളിൽ ഇടം നേടിയത് വിവാദപരമായിട്ടാണ്. സ്വാഭാവികമായിട്ടും ആ സമയത്ത് ഉയർന്നൊരു ചോദ്യമായിരുന്നു, മാർക്കോ എന്ന വലിയ ഹിറ്റിന് ശേഷം ഉണ്ണി മുകുന്ദന്റെ ലെവൽ മാറി. അതിന് ആ ഒരു പീക്കിൽ നിൽക്കുകയായിരുന്നു ഈ ഒരു വിപിന്റെ കടന്നു വരവ്. അത് ഉണ്ണി മുകുന്ദന്റെ കുറച്ച് കാര്യങ്ങളെ കുറിച്ച് തുറന്നു പറയുന്നു. ഉണ്ണി മുകുന്ദന് നല്ല സിനിമകൾ കിട്ടുന്നില്ല, അത് കാരണം ഫ്രസ്ട്രേറ്റഡ് ആണ്, അതെല്ലാമാണ് തന്നോട് തീർത്തത്, പീഡനമുറകളൊക്കെ നടത്തിയെന്ന് പറയപ്പെടുന്നു. അപ്പോൾ ആ രീതിയിൽ വന്നപ്പോൾ തന്നെ എല്ലാവരും ചോദിച്ചൊരു ചോദ്യമായിരുന്നു, ഉണ്ണി മുകുന്ദന് എന്ത് പറ്റി എന്നുള്ള രീതിയിൽ. അപ്പോൾ ഉണ്ണി മുകുന്ദൻ തന്നെ അതിനകത്ത് കൃത്യമായിട്ട് വന്ന് പറയുന്നുണ്ട്, താൻ കുറച്ചുകൂടി സെലക്റ്റീവായി സിനിമകൾ തിരഞ്ഞെടുത്തത്. പ്രത്യേകിച്ച് നമുക്ക് കഴിഞ്ഞ സിനിമകൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഏതെങ്കിലും സിനിമ ധ്യാൻ ശ്രീനിവാസനെ പോലുള്ളവരുണ്ട്, ഏതെങ്കിലും ഒരു അങ്ങനെ ചെയ്യുന്നില്ല. അപ്പോൾ സിനിമ ഇപ്പോഴും സെലക്ട് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ പൃഥ്വിരാജിനെ അടക്കം നോക്കുക, ഇപ്പോൾ പ്രധാനപ്പെട്ട താരങ്ങളെ ദുൽഖറിനെ അടക്കം നമ്മൾ ചർച്ചയിൽ എത്തിക്കുകയാണ്. സിനിമ കിട്ടണില്ല എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ദുൽഖർ അടക്കം മലയാളത്തിൽ സിനിമ ചെയ്യുന്നത് ഇപ്പോൾ വർഷത്തിലൊന്ന് അല്ലെങ്കിൽ 2 വർഷം കൂടുമ്പോൾ ഒന്ന നിലയിലാണ്. നിവിൻ പോളി അടക്കം സെലക്ട് ചെയ്യുക ഇപ്പോൾ 1 വർഷത്തിൽ ആവാറായി ഒരു സിനിമ ചെയ്തിട്ട്. ഇപ്പോൾ അത് സ്വാഭാവികമാണ്. കാരണം ആളുകൾക്ക് പണ്ടത്തെ പോലെയല്ല, ആളുകളുടെ മുമ്പിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കണം എന്നൊരു രീതിയല്ല. എടുക്കുന്ന സിനിമകൾ അത് ഒരു 5 വർഷം കൂടുമ്പോൾ ഒന്നെടുത്താൽ ഒരു ഒരെണ്ണം മതിയാവും. നിവിൻ പോളി ഇപ്പോഴും അറിയപ്പെടുന്നത് പ്രേമം സിനിമയിലൂടെ, ഇപ്പൊ അതിലെ ഹൈപ്പ് ഉണ്ടാക്കിയ രീതിയിലൊക്കെയാണ് അറിയപ്പെടുന്നത്. അങ്ങനെ പല രീതിയിലും ആളുകളെ കൺവിൻസ് ചെയ്യിപ്പിക്കാൻ ഒരൊറ്റ സിനിമ മതി എന്നുള്ള രീതിയാണ്. അപ്പോൾ ഉണ്ണി മുകുന്ദന്റെ നിലപാട് ഇപ്പോൾ എടുക്കുന്ന തീരുമാനങ്ങളും ഒരു പ്രേക്ഷകൻ അല്ലെങ്കിൽ സിനിമ നിരീക്ഷകൻ എന്ന രീതിയിൽ എനിക്ക് അത് നല്ലതാണെന്ന് വിചാരിക്കും. കാരണം വരുന്നത് 1 2 ആയിക്കോട്ടെ, അത് വരുന്നത് നല്ലതായിരുന്ന മതി എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ചർച്ചയിൽ വന്നതാണ് ഉണ്ണി മുകുന്ദന്റെ മാർക്കോ 2 റിലീസ് ഉണ്ടാകുമോ എന്ന് ബന്ധപ്പെട്ട്. അതായത് മാർക്കോ വലിയ സ്വീകാര്യത ലഭിച്ചൊരു സിനിമയാണ്. അറിയാം, നോർത്ത് ഇന്ത്യയിലടക്കം തരംഗമായി മാറിയ ഒരു മലയാള സിനിമ, 100 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്ത ഒരു ഇന്ത്യൻ സിനിമ എന്ന രീതിയിൽ പേരെടുത്ത സിനിമ കൂടിയാണ്. ആ സിനിമയ്ക്ക് ഒരു സ്ട്രാറ്റജി ഉണ്ടായിരുന്നു. മോസ്റ്റ് വയലന്റ് മൂവി എന്ന് പറയുന്നത്, ഇന്ത്യാസ് മോസ്റ്റ് വയലന്റ് മൂവി എന്ന് പറയുന്ന ഒരു ടാഗ് ലൈനോട് എത്തിയത് കൊണ്ട് തന്നെ വലിയ രീതിയിലാണ് ആഘോഷിക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെയാണ് ആളുകളെല്ലാം കൂടെ കാത്തിരുന്നത് 2ാം ഭാഗത്തിനായിട്ട്. അതായത് മാർക്കോയുടെ 2ാം ഭാഗം എപ്പോൾ വരും എന്നുള്ള രീതിയിൽ. സ്വാഭാവികമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രേക്ഷകരുടെ ഇഷ്ടമൊക്കെ ശരി തന്നെയാണ്. പക്ഷേ ഇപ്പോൾ പ്രേക്ഷകരുടെ അഭ്യർത്ഥന പ്രകാരം ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അതിന് കാര്യമില്ല. ഇപ്പോൾ പ്രത്യേകിച്ച് അതിൻ്റെ ചിട്ടവട്ടങ്ങൾ നോക്കേണ്ടതുണ്ട്. മാത്രമല്ല സ്ക്രിപ്റ്റ് പ്രധാനമാണ്. ഇപ്പോൾ മാർക്കോ ഒന്നിനേക്കാളും വലുതായിരിക്കണം, അല്ലെങ്കിൽ ബിഗ് ക്യാൻവാസ് ആയിരിക്കണം, അല്ലെങ്കിൽ കഥാപരമായിട്ടും ആൾക്കാരെ പിടിച്ചിരുത്താനുള്ള ഒരു ഇതുണ്ടാകണം. ആ ഒരു കാര്യങ്ങളെല്ലാം അനുകൂലമായാൽ മാത്രമേ മാർക്കോ 2 ആയിട്ട് ബന്ധപ്പെട്ട് ഉണ്ണി മുകുന്ദനടക്കമുള്ള അതിൻ്റെ ക്രൂവിന് തിരിയാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ സിനിമ അതിൻ്റെ ഇപ്പം ആ ഒരു ചർച്ചകളെല്ലാം അവിടെ നിർത്തുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഉണ്ണി മുകുന്ദൻ കഴിഞ്ഞ ദിവസം വന്നിരുന്നു, മാർക്കോ 2 ഉണ്ടാകില്ല എന്ന് പറയുന്നുണ്ട്. ഒരു കമന്റിലൂടെ അറിയിച്ചിട്ടുണ്ട്. അത് ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കണക്കാക്കുക. അതായത് എല്ലാവരും അപ്പോൾ അഭ്യൂഹങ്ങളുണ്ട് മാർക്കോ 2 വരും എന്നുള്ള രീതിയിൽ. ഉണ്ണി മുകുന്ദൻ വ്യക്തമായ ഒരു നിലപാട് പറഞ്ഞു, മാർക്കോ 2 ഉണ്ടാകില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇതിലൂടെ മനസ്സിലാക്കേണ്ടത്, ഇവിടെ പലരും പറയുന്നുണ്ട് ഉണ്ണി മുകുന്ദൻ കാണിക്കുന്നത് മണ്ടത്തരമാണ് അങ്ങനെയാണെന്നൊക്കെ. പക്ഷെ കൃത്യമായി ഞാൻ മനസ്സിലാക്കുന്നത്, ഒന്നിന്റെ ആവർത്തനമായി കഴിഞ്ഞാൽ അതിൽ പക്ഷേ അത് അധികപ്പറ്റായിട്ടേ തോന്നുന്നു. ഇപ്പൊ നമുക്കറിയാം, ലൂസിഫറിന്റെ 2ാം ഭാഗമായിട്ട് എമ്പുരാന് ഇപ്പൊ പണമൊക്കെ വാരിയെങ്കിൽ പോലും ആളുകളുടെ ഇടയിൽ എത്രത്തോളം അതിനൊരു വിലയുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കലുണ്ട്. അപ്പോൾ ആ ഒരു ചിന്താഗതിയായിരിക്കും ഒരു പക്ഷേ ഉണ്ണി മുകുന്ദനും ഉണ്ടായിരിക്കുന്നത്. സിനിമ എടുക്കണമോ വേണ്ടയോ, അല്ലെങ്കിൽ അതിനെക്കാട്ടി മികച്ചൊരു തിരക്കഥയാണ്, അല്ലെങ്കിൽ വേറെ ടൈപ്പിലുള്ള ട്രീറ്റ്മെന്റ് ആണ് സിനിമയ്ക്ക് കൊടുക്കണമെങ്കിൽ അത് ചെയ്യാമായിരുന്നു. ഉണ്ണി മുകുന്ദൻ എന്തായാലും ഇപ്പോൾ ഒഫീഷ്യലായിട്ട് അറിയിച്ചു കഴിഞ്ഞു മാർക്കോ 2 ഉണ്ടാകില്ല എന്ന്. മനോജ് അത് ശ്രദ്ധിച്ചായിരുന്നു? തീർച്ചയായിട്ടും മാർക്കോ 2 എല്ലാവരും നെഗറ്റീവ് പറയുന്ന ഒരു സിനിമ, അതായത് സമൂഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞപ്പോഴും തിയേറ്ററിൽ വളരെ ആസ്വദിച്ച് ഞാൻ കണ്ട സിനിമ. എനിക്ക് അന്നത്തെ കാര്യം അങ്ങനത്തെ സിനിമ ജോണറിലുള്ള സിനിമകളൊക്കെ കാണാൻ ഇഷ്ടമുള്ളൊരു വ്യക്തി കൂടിയാണ്. എല്ലാവരുടെയും കപ്പ് ഓഫ് ടീ ഒന്നുമല്ല, പക്ഷേ നല്ലൊരു ഉണ്ണി മുകുന്ദൻ്റെ സ്ലേ ചെയ്യാത്ത ഒരു സിനിമയാണ്. സോ എന്നെ സംബന്ധിച്ച് ഭയങ്കര അതിൻ്റെ ടെയിലെൻറ്റിലെല്ലാം വളരെ വ്യക്തമായിട്ട് ഒരു സെക്കൻഡ് പാർട്ടിനുള്ള എല്ലാ സ്കോപ്പും ഇട്ടിട്ടാണ് നിർത്തുന്നത്. സഹോദരൻ്റെ കുഞ്ഞിനെ നോക്കുന്ന ഉണ്ണി മുകുന്ദൻ പെട്ടെന്ന് ആ കുട്ടീനെ കാണാതെ പോകുന്ന ഒരു സാഹചര്യം. അങ്ങനെ നിർത്തുമ്പോൾ ഇനി എന്ത് എന്നുള്ളൊരു കാര്യം, മാർക്കോയ്ക്ക് ഇനി എൻ്റെ സെക്കൻഡ് ഹാഫ് ഇറക്കണമെങ്കിൽ ഫസ്റ്റ് ഹാഫിനേക്കാൾ ഇരട്ടി വയലൻസോട് കൂടി ഇറക്കിയാൽ മാത്രമാണ് മാർക്കോ 2 ഹിറ്റ് ആവുള്ളൂ. കാര്യം അത്ര വയലൻസിലാണ് ഫസ്റ്റ് ഹാഫ് ചെയ്തു വെച്ചിരിക്കുന്നത്. സോ എൻ്റെ ഒരു സെക്കൻഡ് എന്താ പറയുക സ്വീക്കൽ വരിക എന്ന് പറയുന്ന ഒരു ഘട്ടത്തിൽ ഞാനോട് എക്സ്പെക്റ്റ് ചെയ്തിരുന്നു അങ്ങനെ കാണാൻ പറ്റിയിരുന്നെങ്കിൽ നല്ലതാണ് എന്നുള്ളത്. പക്ഷേ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കുറേ നാളുകളായി ഇറങ്ങുന്ന മലയാള സിനിമ, അത് ഏത് പടമാണെങ്കിലും സെക്കൻഡ് പാർട്ട്, നമ്മുടെ അശ്വന്ത് ഗോക്ക് പറഞ്ഞ പോലെ ഇവർക്കൊന്നും വയ്യേ എഴുതി തീർക്കാൻ അറിയില്ലേ എന്ന് ചോദിക്കുന്ന പോലെ ആയിരുന്നു. എല്ലാത്തിനും ഒരു എൻഡില്ലാതെ എന്നാൽ സെക്കൻഡ് പാർട്ടിലേക്കുള്ള ഹിന്റ് കൊടുക്കുന്ന രീതിയിലായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് കമൻറ്റ് ബോക്സിൽ ഉണ്ണി മുകുന്ദൻ പറഞ്ഞത്, ഒരു സെക്കൻഡ് പാർട്ടിനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. കാര്യം
കഴിഞ്ഞ ദിവസമാണ് ഉണ്ണിമുകുന്ദൻ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ ബോഡി ട്രാൻസ്ഫോർമേഷൻ്റെ ഒരു റീൽ അപ്ലോഡ് ചെയ്യുന്നത്, ഫ്രം ഫാറ്റ് ടു ഫിറ്റ് എന്നുള്ളൊരു ഇതിൽ. അദ്ദേഹത്തിൻ്റെ അദ്ദേഹം അറിയാമല്ലോ, അദ്ദേഹത്തിൻ്റെ ഒരു ബോഡി ട്രാൻസ്ഫോർമേഷനൊക്കെ ഭയങ്കര രസമായിട്ട് അദ്ദേഹം അത് ചെയ്യുന്നതാണ്. അതിൽ ഭയങ്കര അഡിക്ഷൻ ഉള്ള ഒരാളാണ്. സോ അദ്ദേഹത്തിൻ്റെ ട്രാൻസ്ഫോർമേഷൻ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ തന്നെയാണ് വെയിറ്റിംഗ് ഫോർ മാർക്കോ 2 അതിൻ്റെ അപ്ഡേഷൻസിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ ഇല്ല ബ്രോ, അത് ഡ്രോപ്പ് ചെയ്തു പ്രൊജക്റ്റ് എന്ന് പറയുന്ന ഉണ്ണിമുകുന്ദൻ. മാത്രമല്ല അതിനേക്കാൾ മികച്ചത് കൊണ്ടുവരണമെന്നാണ് ആഗ്രഹം എന്ന് പറയുന്നുണ്ട്. മാത്രമല്ല ഉണ്ണിമുകുന്ദൻ സംവിധാനത്തിലേക്ക് തിരിഞ്ഞൊരു വാർത്തകൾ വന്നെങ്കിൽ പിന്നീട് സിനിമയുടെ അപ്ഡേഷൻസ് ഒന്നും കേട്ടില്ല. ഗോകുലം മൂവീസ് അതിൽ നിന്നും പിന്മാറി നിർമ്മാതാവ് എന്ന രീതിയിൽ നിന്നൊക്കെയുള്ള വാർത്തകൾ വരുന്നുണ്ട്. ഇതൊന്നും ആരും കൺഫേം ചെയ്തിട്ടില്ല. പക്ഷേ ഞാൻ ഉണ്ണിമുകുന്ദൻ്റെ ഫാൻ ഗേൾ ഒന്നുമല്ല. പക്ഷേ ഉണ്ണിമുകുന്ദൻ്റെ ഒരു അഭിനയിച്ച സിനിമകൾ ശ്രദ്ധിച്ചു നോക്കും, വളരെ കുറച്ച് സിനിമകൾ മാത്രമാണ് ഉണ്ണിമുകുന്ദൻ ചെയ്തിട്ടുള്ളത്. അത് മല്ലു സിംഗ് ആയിക്കൊള്ളട്ടെ, മേപ്പടിയാൻ ആയിക്കോട്ടെ, ചെയ്ത സിനിമകളിൽ എല്ലായിടത്തും സിഗ്നിഫിക്കൻസ് ഉള്ള ക്യാരക്ടേഴ്സ് തന്നെയാണ് ഉണ്ണിമുകുന്ദൻ ചെയ്തു വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരുപാട് വരങ്ങൾ വലിച്ചു വാരി ചെയ്യുന്നതും എന്നാൽ വർഷത്തിൽ അല്ലെങ്കിൽ 2 വർഷം 3 വർഷം കൂടുമ്പോൾ മികച്ചൊരു പ്രൊജക്റ്റിൽ എഫേർട്ട് എടുത്ത് ചെയ്യുന്നതും തമ്മിലുള്ളൊരു വ്യത്യാസമുണ്ട്. ഇപ്പോൾ ദുൽഖർ ആയാലും ഫഹദ് ഫാസിലാണെങ്കിലും ഉണ്ണിമുകുന്ദനാണെങ്കിലും പൃഥ്വിരാജ് ആണെങ്കിലും ഒക്കെ ബോഡി മാനറിസം, അവരൊക്കെ മെത്തേഡ് ആക്ടേഴ്സ് കൂടിയപ്പോൾ ബോഡി മാനറിസം മാറ്റുക, അതിനനുസരിച്ച് ബോഡിയുടെ സ്ട്രക്ചർ മാറ്റുക, ഇറ്റ് വിൽ ടേക്ക് ടൈം അല്ലേ. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ പീരീഡിലായിരിക്കും മേ ബി അദ്ദേഹം മറ്റേതെങ്കിലും നല്ലൊരു പ്രൊജക്റ്റ് ആയിരിക്കും ഉടനെ അനൗൺസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ അതിനെക്കുറിച്ച് അവെയർ അല്ല. സോ ഒരാളെ സിനിമ ഡ്രോപ്പ് ചെയ്യാന്ന് പറയുന്നത് ആഫ്റ്റർ ഓൾ അത് അയാളുടെ ചോയ്സാണ്. മാത്രമല്ല ഇപ്പോൾ പാൻ ഇന്ത്യ ഇപ്പൊ നമുക്കറിയാം ഒരു വലിയൊരു നമ്മുടെ ലോകം തന്നെ മലയാള സിനിമ വിട്ടു. അതായത് ഞാൻ ഇപ്പോൾ ലോകം എന്ന് പറയാൻ കാരണം നമ്മുടെ സിനിമ കാണുന്ന ഒരുപാട് പേരുണ്ട്. അതായത് നമുക്ക് വിവിധ നേരത്തെ കേരളത്തിൽ മാത്രം ഒതുങ്ങുമെങ്കിൽ ഇപ്പോൾ പാൻ ഇന്ത്യൻ തലത്തിലും അതിൽ വിട്ടും ഇപ്പോൾ ഇന്റർനാഷണൽ ഒരുപാട് തലത്തിൽ ചർച്ച. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും നടന്മാർക്ക് മുമ്പിൽ ഒരു വെല്ലുവിളിയുണ്ട്. ഇപ്പം പ്രത്യേകിച്ച് ഉണ്ണിമുകുന്ദന് ഒരു 100 crore ക്ലബ്ബ് കഴിഞ്ഞിട്ട് അടുത്തിറങ്ങിയ ഗെറ്റ് സെറ്റ് ബേബിയിലൊന്നും അത്ര റീച്ച് ഉണ്ട്. അത് സത്യം പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സിനിമകളൊന്നും ഇപ്പൊ ഒന്നിന്റെ അടുത്തത് ആവർത്തനമാവാൻ പാടില്ല എന്നുള്ളൊരു ചിന്താഗതിയുണ്ട്. അപ്പോൾ തുടരും ഹിറ്റാവാൻ കാരണം തന്നെ എമ്പുരാനിൽ നിന്ന് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. തുടരും ആയാലും സ്റ്റീഫൻ നെടുമ്പള്ളിയിൽ നിന്ന് ഷൺമുഖനായി മാറുമ്പോഴും വ്യത്യാസമുണ്ട്. അപ്പൊ ടൈപ്പ് കാസ്റ്റ് ആയി പോകാൻ പാടില്ല എന്നൊരു ബോധം സ്വാഭാവികമായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ മലയാളത്തിൽ അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ഞാൻ മലയാള സിനിമയെ ഇപ്പോൾ ഞാൻ പറഞ്ഞത് എപ്പോഴും മലയാള സിനിമയെ കണ്ടിട്ടാണ് ഞാൻ മറ്റ് ഭാഷകളിൽ കൂടുതൽ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും കണ്ടുപഠിക്കാൻ കാരണം അതുകൊണ്ട് തന്നെ ഒന്നിന്റെ ആവർത്തനം ആവില്ല അടുത്ത സിനിമ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ണിമുകുന്ദൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാർക്കോയുടെ 2 വീണ്ടും ഇതുപോലെ തന്നെ അടുപ്പിച്ച് വരുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും ആളുകൾക്ക് മടുപ്പുണ്ടാകും. വീണ്ടും ഇത് തന്നെ കാണുമ്പോൾ ടൈപ്പ് കാസ്റ്റ് ചെയ്യുന്ന സ്ഥിരം ഒരു വരാൻ പാടില്ല എന്നൊരു ചിന്ത കൂടി കാണും. അപ്പോൾ ഉണ്ണിമുകുന്ദൻ്റെ അടുത്ത് നമ്മൾ ട്രാക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ഉണ്ണിമുകുന്ദൻ്റെ അദ്ദേഹം ഗെറ്റ് സെറ്റ് ബേബി നോക്കുക, അതിൽ നിന്ന് വേറെ വ്യത്യാസമായിട്ട് തന്നെ വരുന്നത്. അപ്പം ആൾക്കാർക്ക് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റുന്ന അറിയാം. നമ്മൾ പ്രേമം കഴിഞ്ഞ ഉടനെയാണ് മറ്റേ നിവിൻ പോളി ആക്ഷൻ ഹീറോ ബിജു ചെയ്യുന്നത്, അത് കഴിഞ്ഞിട്ടാണ് ജേക്കബിന്റെ സ്വർഗ്ഗരാജ് ചെയ്യുന്നത്. അപ്പോൾ മൂന്നും അത് വ്യത്യാസം വരുന്നുണ്ട്. അതുപോലെ അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ക്രിട്ടിക്കലി അത് കുറച്ചുകൂടെ ശ്രദ്ധിക്കും ആളുകൾ. മാത്രമല്ല അവർക്ക് ആക്ടർ എന്ന രീതിയിൽ കുറച്ചുകൂടി മാറാൻ അങ്ങനെ സ്ഥിരമായി ക്ലീഷ ചെയ്തു പോയപ്പോഴാണ് മോഹൻലാലിന്റെ കരിയർ ഗ്രാഫിൽ ഭയങ്കര ഡിപ്പ് വന്നൊരു സമയം ഉണ്ടാവുന്നത്. വ്യത്യസ്തമായ റോളിൽ എടുത്തപ്പോഴാണ് ആ ഗ്രാഫ് മാറുന്നത്. മമ്മൂട്ടിനെ എല്ലാവരും അപ്ലോസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഓരോ ക്യാരക്ടേഴ്സും ഡിഫറെന്റ് ആണ്. അതിൽ ഒരു എന്താ പറയുക വില്ലന്റെ ഷെയ്ഡ് വരുന്ന ക്യാരക്ടേഴ്സ് നായകൻ ചെയ്യുന്നു, നെഗറ്റീവ് റോൾസുകളിലേക്ക് വരുന്നു. അദ്ദേഹത്തിന് ഇറങ്ങാൻ പോകുന്ന സിനിമയും അങ്ങനെയുള്ള സിനിമകളാണ്. അതായത് എന്താണോ മമ്മൂട്ടിയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് അതല്ലാതെ തിരിച്ചു കൊടുക്കണം എന്നൊരു രീതിയിലാണ് അവരത് പറയുന്നത്. അപ്പം മമ്മൂട്ടി എപ്പോഴും പറഞ്ഞൊരു രാഗി മിനുക്കി എടുക്കുക എന്ന് പറഞ്ഞ രീതിയിലേക്ക് ആയിരിക്കും. എന്തായാലും ഉണ്ണിമുകുന്ദൻ എന്താ പറയുക അഭിനയത്തിൽ തികവിൽ അങ്ങനെ വലിയൊരു നടനാണെന്നൊന്നുമില്ല. പക്ഷെ അദ്ദേഹത്തിന് ക്യാരി ചെയ്യാൻ പറ്റുന്ന റോളുകൾ അദ്ദേഹത്തിന് ഭാവി നോക്കണമല്ലോ. എല്ലാം പഠിക്കുകയാണ് ഇവരെല്ലാം കൂടെ. ഇപ്പം ഉണ്ണിമുകുന്ദനെ സംബന്ധിച്ചിടത്തോളം ഒരു സിനിമയ്ക്ക് വേണ്ടി എത്ര എഫേർട്ട് ചെയ്യണമെന്ന് അത് പുള്ളിയുടെ ശരീരം കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ അഭിനയത്തിലൂടെ അത് മാറ്റണം എന്നുള്ള ഒരു ചിന്ത കൂടി കാണും. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രാഗി മിനിക്ക് പുതിയത് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ആദ്യ സിനിമകൾ പോലെയല്ല. ഈ മേപ്പടിയാനിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉണ്ണിമുകുന്ദൻ പെർഫോം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള അദ്ദേഹത്തിന്റെ സിനിമകൾ അദ്ദേഹത്തിന്റെ കൂടി ഇപ്പൊ സ്വന്തമായിട്ട് എന്തെങ്കിലും രീതിയിൽ മിനുക്കുപണികൾ നടത്താൻ പറ്റുമെങ്കിൽ ആ രീതിയിൽ കൂടെ ചിന്തിച്ചായിരിക്കും ഉണ്ണിമുകുന്ദൻ അത് നടത്തുന്നത്. അതായത് ഇതിന്റെ ഇടയിൽ കയറി നമ്മൾ അനാവശ്യമായിട്ട് കമന്റുകളോ അല്ലെങ്കിൽ അത് ചെയ്യണം ഇതുവരെ നിർബന്ധിച്ചിട്ട് കാര്യമില്ല. ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇപ്പോൾ ഒരു സിനിമ ചെയ്യണമോ വേണ്ടയോ, അത് ഏത് തരത്തിലുള്ള റോൾ എടുക്കണം, ഏത് സംവിധായകനുമായിട്ട് കൈ കൊടുക്കണം എന്നുള്ളതൊക്കെ ഉണ്ണിമുകുന്ദന്റെ ചോയ്സാണ്. അപ്പോൾ അത് അദ്ദേഹത്തിന് വിടുക. ഇനി മാർക്കോയ്ക്ക് വേണ്ടിയുള്ള മുറകളിയോ വേണ്ട, അദ്ദേഹത്തിന് നല്ലത് തന്നെ നമുക്ക് സമ്മാനിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം.